ഒരു കൃഷ്ണഭക്തൻ്റെ കഥ പറയാം. പാലക്കാട് ഒരു പാവപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തിൽ വെങ്കിട്ടരാമൻ എന്നൊരു ബാലൻ ഉണ്ടായിരുന്നു. ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞ ആ ബാലൻ ഒരു തൊഴിലന്വേഷിച്ച് സ്വന്തം ഗൃഹം വിട്ടിറങ്ങി. വിശപ്പടക്കാൻ ഭക്ഷണം കിട്ടണം എന്ന് മാത്രമേ ആ ബാലന് ചിന്തയുണ്ടായിരുന്നുള്ളൂ. ജോലി തേടി അവൻ വന്നുപെട്ടത് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലും. ക്ഷേത്ര പരിസരങ്ങളിലുള്ള കടകളിൽ തനിക്കാവുന്ന ജോലികൾ ചെയ്ത് വെങ്കിട്ടരാമൻ കഴിഞ്ഞു. എന്നാൽ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ചെല്ലാനോ കണ്ണനെ കണ്ട് കൈകൂപ്പാനോ അവന് തോന്നിയില്ല. അമ്പലത്തിൽ ഉച്ചയ്ക്കുള്ള പ്രസാദം ഊട്ടുകഴിക്കാൻ കണ്ണൻ്റെ തിരുമിന്നൽ കൂടി എന്നും കടന്നുപോയിട്ടും കണ്ണനെ ഒന്ന് നോക്കണമെന്ന് പോലും അവന് തോന്നിയില്ല. അവൻ്റെ ചിന്തയിലും ശ്രദ്ധയിലും ഗുരുവായൂരപ്പൻ കടന്നു ചെന്നതേയില്ല. കാലം കടന്നുപോയി. വെങ്കിട്ടരാമൻ യുവാവായി. 5-8 കൊല്ലം കണ്ണൻ്റെ തിരുനടയിലുണ്ടായിട്ടും വെങ്കിട്ടരാമൻ കണ്ണനെ കണ്ടതേയില്ല. പക്ഷേ ഭക്തവത്സലനായ കണ്ണൻ വെങ്കിട്ടരാമനെ സദാ ശ്രദ്ധിച്ചിരുന്നു. യാതൊരു ദുശ്ശീലവും കാപട്യവും ഇല്ലാത്ത അദ്ദേഹത്തെ കണ്ണന് നന്നായി ബോധിച്ചു. കണ്ണൻ രാമനെ നോക്കി പുഞ്ചിരിച്ചു. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് കണ്ണൻ്റെ നട തുറക്കുന്ന സമയം. എത്ര മനോഹരമായ നിമിഷങ്ങളാണ്! സന്ധ്യാസമയം അടുക്കുന്ന നേരത്ത് സന്തോഷമെന്നേ പറഞ്ഞിടേണ്ടു. തൃച്ചന്ദനം ചാർത്തി കാണാമതുനേരം തൃക്കാൽ വണങ്ങുവാൻ എത്ര സൗഖ്യം. ഗുരുവായൂരപ്പനെപ്പറ്റി ഒട്ടും അറിയാത്ത ആളാണെന്നാൽ പോലും ആ സമയത്ത് കണ്ണൻ്റെ തിരുനടയിലെത്തിയാൽ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യ പീയൂഷ വർഷം അനുഭവിക്കാനാവും. ഈ അനുഭവം ഒരു ദിവസം വെങ്കിട്ടരാമനും ഉണ്ടായി. ഒരു ദിവസം സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് അമ്പലത്തിലേക്ക് എന്തോ കൊണ്ടുവന്നിട്ട് തിരിച്ചു പോകുന്ന രമണൻ കണ്ണൻ്റെ തിരുനടയിൽ എത്തിയതും പെട്ടെന്ന് മണിമുഴക്കങ്ങളോടെ തിരുനട തുടർന്നു. എല്ലാവരും ഉറക്കെ നാരായണ നാരായണ എന്ന് സന്തോഷത്തോടെ ജപിക്കുന്നതും മണിയടിക്കുന്നതും കേട്ട വെങ്കിട്ടരാമൻ ശ്രീകോവിലേക്ക് നോക്കി. അപ്പോൾ അതാ അവിടെ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ദൂരെയായി കണ്ണനെ തെളിഞ്ഞു കാണുന്നു. അച്യുതനെ അടുത്ത് കാണാൻ ആരുടെ മനസ്സാണ് മുന്നോട്ട് കുതിക്കാത്തത്? അദ്ദേഹം അറിയാതെ കണ്ണൻ്റെ അടുത്തേക്ക് ആ പാദങ്ങൾ ചലിച്ചു. സോപാനത്തിനടുത്തെത്തി കണ്ണനെ കൺകുളിരെ കണ്ടു. ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അലൗകികമായ ഏതോ ഒരു അനുഭവത്താൽ ആ മനസ്സ് നിറഞ്ഞു കവിഞ്ഞു. അത് കണ്ണുനീരായി നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അറിയാതെ അദ്ദേഹത്തിൻ്റെ നാവ് കൃഷ്ണ കൃഷ്ണ എന്ന് മന്ത്രിക്കാൻ തുടങ്ങി. തൃച്ചന്ദനത്തിൻ്റെയും തുളസിയുടെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം ഏറ്റപ്പോൾ ശരീരം മുഴുവനും രോമാഞ്ചം പടർന്നു. ഇത്ര കാലം ഇവിടെ ഉണ്ടായിട്ടും എന്തേ കണ്ണാ നിന്നെ കാണാൻ തോന്നിയില്ല എന്ന മനസ്താപം ഉള്ളിൽ നിറഞ്ഞപ്പോൾ മറ്റൊരു ദൃശ്യം കൂടി അദ്ദേഹത്തെ ആകർഷിച്ചു. വടക്കേ വാതിൽ മാടത്തിൽ ഒരു മഹാത്മാവിരുന്ന് എന്തോ വായിക്കുന്നു. അദ്ദേഹം പാരായണം ചെയ്യുന്നത് എന്താണ് എന്ന് മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ മാധുര്യം വെങ്കിട്ടരാമന് അറിയാൻ കഴിഞ്ഞു. ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുകയായിരുന്ന അദ്ദേഹം മെല്ലെ തലയുയർത്തി വെങ്കിട്ടരാമനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. പെട്ടെന്ന് രാമണൻ്റെ ഹൃദയത്തിൽ ഒരു കൊളുത്തിട്ട് വലിച്ച പോലെ അനുഭവമുണ്ടായി. അദ്ദേഹം അവിടെ ഇരുന്ന് ആ പാരായണം മുഴുവനും ശ്രദ്ധയോടെ ശ്രവിച്ചു. ഒന്നും മനസ്സിലായില്ലെങ്കിലും കണ്ണനെ മടിയിലിരുത്തി ഇരിക്കുന്ന ഒരു സുഖം. ജോലിക്കിടയിലും മറ്റും ഭഗവാന്റെ കഥ പറയുന്ന ഒരു മഹാത്മാവിനെ പറ്റി പലരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അത് കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരി പാടുന്ന ഈ ഭാഗവതോത്തമനെ കുറിച്ചായിരിക്കുമെന്ന് രമണന് മനസ്സിലായി. പാരായണശേഷം ജനങ്ങൾ പിരിഞ്ഞപ്പോൾ വെങ്കിട്ടരാമൻ നമ്പൂതിരിപ്പാടിൻ്റെ അരികിലെത്തി അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കണ്ണീരോടെ പറഞ്ഞു, എത്രയോ കാലമായി ഞാൻ ഈ തിരുസന്നിധിയിൽ എത്തിയിട്ട്, എന്നിട്ടും ഇന്നാണ് ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടത്. ഇത്രയും കാലം ഉണ്ടും ഉറങ്ങിയും വേല ചെയ്തും വിലപ്പെട്ട സമയം ഞാൻ പാഴാക്കിയില്ലോ. അങ്ങയെപ്പറ്റിയും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ പോലും കാണണം എന്ന് തോന്നിയതേയില്ല. നല്ല ഈ മനുഷ്യജന്മം ഈ വിധം പാഴാക്കിയല്ലോ. ഇത് കേട്ട് കുഞ്ഞിക്കാവ് നമ്പൂതിരി വെങ്കിട്ടരമനെ ശരസിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു, ഇല്ല കുഞ്ഞെ, ഒട്ടും സമയം വൈകിയിട്ടില്ല. ഇതാണ് ശരിയായ സമയം. പൂർവ്വജന്മത്തെ പ്രാരാബ്ദങ്ങൾ അല്പം ബാക്കിയുണ്ടായിരുന്നത് തീർന്നു എന്ന് കരുതിക്കോളൂ. ജന്മജന്മാന്തരങ്ങളായി ആർജിച്ച പുണ്യം കൊണ്ട് മാത്രമേ ഗുരുവായൂരപ്പനിൽ ഭക്തി ഉണ്ടാവുകയുള്ളൂ. കണ്ണൻ്റെ കാരുണ്യം മൂലം ഇപ്പോൾ നിനക്ക് അതുണ്ടായി. അതുകൊണ്ട് തന്നെ നിന്റെ പാപങ്ങളിൽ നിന്നും മുക്തനായി. ഇനിയുള്ള സമയം ഭാഗവതം ശ്രവിക്കാനും നാമസങ്കീർത്തനത്തിനും ഗുരുവായൂരപ്പനെ സേവ ചെയ്യാനും സജ്ജന സംഘത്തിൽ ഇരിക്കാനും ശ്രദ്ധിക്കണം. ഒക്കെ നേരെയാകും.
അദ്ദേഹത്തിൻ്റെ ഉപദേശം കിട്ടിയ അന്നു മുതൽ വെങ്കട്ടരാമൻ നിത്യവും നിർമ്മാല്യം മുതൽ ഉഷപൂജ വരെയുള്ള ശ്രീകൃഷ്ണദേവനെ ദർശിച്ച് നാമസങ്കീർത്തനാദികളിൽ മുഴുകിക്കഴിയും. അതിനുശേഷമേ തൻ്റെ ഉപജീവനത്തിനു വേണ്ടിയുള്ള ജോലിക്ക് പോകുമായിരുന്നുള്ളൂ. ജോലി കഴിഞ്ഞ് വൈകിട്ട് ക്ഷേത്രത്തിലെത്തി ദീപാരാധനയും അത്താഴപൂജയും കഴിഞ്ഞേ പോകൂ. ക്രമേണ ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത പാരായണത്തിൽ ആദ്യന്തം ശ്രോതാവായി. നാമസങ്കീർത്തനങ്ങളിൽ മുഴുകി പതിയെ പതിയെ എല്ലാം വിട്ട് ഗുരുവായൂരപ്പനിൽ മാത്രമായി ശ്രദ്ധ. അമ്പലത്തിൽ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും അല്പാഹാരം ശരീരത്തിനു വേണ്ടി മാത്രം ഭക്ഷിക്കും. അദ്ദേഹത്തിന് ചുണ്ടിൽ സദാനേരവും അനായാസേന മരണം വിനദൈനേന ജീവനം ദേഹിമേം കൃപയാം കൃഷ്ണ ത്വയി ഭക്തിമചഞ്ചലാം എന്ന പ്രാർത്ഥന നിറഞ്ഞു നിന്നു. സാധാരണഗതിയിൽ നാം പറയും ബുദ്ധിമുട്ടില്ലാതെ മരിക്കണം, ജീവിച്ചിരിക്കുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാവരുത് എന്ന്. പക്ഷേ അതല്ല അതിൻ്റെ ശരിയായ ആന്തരാർത്ഥം എന്ന് അടുത്ത വരികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കൃഷ്ണ, എനിക്ക് അചഞ്ചലമായ ഭക്തി തരൂ എന്നാണ്. ദൃഢമായ ഭക്തി ഉറയ്ക്കുന്നത് ഈ ശരീരം ഞാനാണ്, ഇതോട് ബന്ധപ്പെട്ടതെല്ലാം എൻ്റേതാണ് എന്ന് നമുക്ക് തോന്നും. അല്ല എന്ന് വാക്കുകൊണ്ടൊക്കെ പറയും. എന്നാലും ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും പതറിപ്പോകും. ഈ ശരീരം ഞാനാണ് എന്ന് തോന്നൽ വിട്ടുപോകുന്നതുവരെ ശരീരത്തെ ബാധിക്കുന്നതെല്ലാം നമ്മെ ബാധിക്കും. മരണസമയത്ത് എൻ്റെ ശരീരം വെടിഞ്ഞ് എൻ്റെ പുത്ര കളത്ര ബന്ധുമിത്രാദികളെ വിട്ട് അതുവരെ സമ്പാദിച്ചതെല്ലാം വിട്ട് പോകണമല്ലോ എന്ന ചിന്ത മരണത്തെ ദുസ്സഹമാക്കും. എന്നാൽ കൃഷ്ണനിൽ ദൃഢമായ ഭക്തി ഉറച്ചാൽ നമ്മുടെ പുറമേയുള്ള ഒന്നും നമ്മെ ബാധിക്കില്ല. വിനദൈന്യേന ജീവിതം. കൃഷ്ണനിൽ ഉറച്ചാൽ ഈ ശരീരം എപ്പോൾ വീണുപോകുന്നു എന്നുപോലും നാം അറിയില്ല. അനായാസേന മരണം. ഇതാണ് ആ മഹാത്മാവ് സദാ പ്രാർത്ഥിച്ചിരുന്നത്. വർഷങ്ങൾ കഴിഞ്ഞു. വെങ്കട്ടരാമൻ ഒരു പരിപൂർണമായും ഗുരുവായൂരപ്പനിൽ ഉറച്ചു. അപ്പോഴും അദ്ദേഹം ജപിച്ചുകൊണ്ടേയിരുന്നു അനായാസേന മരണം. ഒരു വൃശ്ചികമാസ ഏകാദശി ഉത്സവകാലം. ദ്വാദശി പാരണ കഴിഞ്ഞ് അടുത്ത നാൾ ശ്രീ കുഞ്ഞിക്കാവു നമ്പൂതിരിയുടെ ഭാഗവത പാരായണം വടക്കേവാതിൽ മാടത്തിൽ തുടങ്ങി. വെങ്കട്ടരാമൻ നിത്യവും പാരായണാദികളിൽ പതിവ് പോലെ പങ്കെടുത്തു. ഒരു ദിവസം പാരായണം ശ്രവിച്ചുകൊണ്ടിരുന്ന വെങ്കട്ടരാമൻ പെട്ടെന്ന് എഴുന്നേറ്റു. പാരായണത്തിനിടയിൽ ഒരിക്കൽ പോലും എഴുന്നേൽക്കാത്ത വെങ്കട്ടരാമനെ എല്ലാവരും ശ്രദ്ധിച്ചു. വളരെ ശാന്തവും ഒരു പ്രത്യേക പുഞ്ചിരിയും ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് എല്ലാവരും കണ്ടു. അദ്ദേഹം നേരെ ശ്രീകോവിലിന് മുന്നിലേക്ക് നടന്നു. തിരുനടയിൽ എത്തി ഗുരുവായൂരപ്പനെ നേരെ സാഷ്ടാംഗം പ്രണമിച്ച് കൂപ്പുകൈകളോടെ കിടന്നു. ആ കിടപ്പ് കുറച്ചധികം നീണ്ടു. സ്ഥലകാല ബോധം വിസ്മരിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുക പതിവുള്ളതാണ്. അതുകൊണ്ട് ആദ്യം ആരും അത് കാര്യാക്കി എടുത്തില്ല. എന്നാൽ യാതൊരു അനക്കവുമില്ലാതെ കുറച്ചധികം നേരം കിടക്കുന്നത് കണ്ട് ഭക്തന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ശരീരത്തിൽ തൊട്ടുവിളിച്ചു. അദ്ദേഹം പോലും അറിയാതെ ആ ശരീരമാകുന്ന വസ്ത്രം അഴിഞ്ഞു വീണു. ഗുരുവായൂരപ്പൻ കൈപിടിച്ചാൽ പിന്നെ എന്തു നോക്കാൻ? എൻ്റെ കൃഷ്ണ, എൻ്റെ കണ്ണ ഗുരുവായൂരപ്പ.